അഭിവാദ്യങ്ങൾ 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 ശംസീർ ചമാർക്ക് അഭിവാദ്യങ്ങൾ ശംസീർ ചമാർക്ക് അഭിവാദ്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പുരോഗമിക്കുമ്പോൾ വടകരയിൽ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. വടകരയിൽ ശക്തമായ മത്സരം തന്നെ നടക്കുമെന്നാണ് ഇത്തവണത്തെ പ്രതീക്ഷ. അതിനൊപ്പം ഇത്തവണ SDPIയും മത്സര രംഗത്തുണ്ട് എന്നതാണ് പുതിയ വാർത്ത. SDPI സ്ഥാനാർത്ഥി ഷംസീർ ചോമ്പാലയാണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. വടകര RDO കെ അജീഷ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയായാലും ഇത്തവണ വടകരയിൽ വലിയ മത്സരം തന്നെയാണ് ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം SDPI സ്ഥാനാർത്ഥി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നമുക്കറിയാം, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത്. ജനങ്ങൾ വടകര മണ്ഡലത്തിൽ എന്നല്ല കേരളത്തിലുടനീളം വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് യാതൊരു പുരോഗതിയുമില്ല. പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി വികസന മുരടിപ്പാണുള്ളത്. എല്ലാ മേഖലയിലും വികസന മുരടിപ്പാണുള്ളത്. സാധാരണക്കാരൻ അന്നന്ന് പാവപ്പെട്ട മേഖലയിലേക്ക് താഴ്ന്നു പോകുകയല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു പുരോഗതിയുമില്ല. യഥാർത്ഥ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ സാധാരണക്കാരനെ കൈപിടിച്ച് ഉയർത്തേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ അത് നമുക്ക് വടകര മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ഗതാഗതം, ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന മേഖല വടകരയാണ്. റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ അത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടുത്തെ MLAയോ മറ്റുള്ളവരോ ഒരു ഇടപെടലിൻ്റെ കുറവ് കൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. പല ആളുകളും ബുദ്ധിമുട്ട് കാരണം വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ആരോഗ്യ മേഖലയിൽ ഇവിടെ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു നല്ലൊരു ആശുപത്രി നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. ഒരു ജില്ലാ ആശുപത്രിയുണ്ട്. ജില്ലാ ആശുപത്രിക്ക് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നിലവാരം പോലും ഇല്ലാതെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സർജൻ ഇല്ലാത്തത് മാസങ്ങളായി, മറ്റ് ഡോക്ടർമാരില്ലാത്തത് ഒരുപാട് ദിവസങ്ങളായി. ഇവിടെ കൃത്യമായി ഇടപെടേണ്ട അധികാരികൾ ഇടപെടാതെ മാറി നിൽക്കും. ഇവിടുത്തെ സ്വകാര്യ ലോബിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജില്ലാ ആശുപത്രി തകർക്കുന്ന വിധത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ വടകര മേഖലയിലെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയമായ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പോലും ഒരു സംവിധാനമില്ല. അതിൽ ഇവിടുത്തെ MLA പരാജയമാണ്. ഇവിടുത്തെ നിലവിലുള്ള LDFും UDFും പരാജയമാണ്. ഇപ്പോൾ LDF ആണല്ലോ ഭരിക്കുന്നത്. LDFും പരാജയമാണ്. അതോടൊപ്പം തന്നെ ഫിഷറീസ് മേഖലയിൽ, മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ വടകര മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട തുറമുഖമാണ് ചോമ്പാൽ ഹാർബർ. കഴിഞ്ഞ 5 വർഷമായി ₹1 വികസനം പോലും ചോമ്പാൽ ഹാർബറിൽ നടന്നിട്ടില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ചോമ്പാൽ ഹാർബർ. ഹാർബറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാം, ഒരു വികസനവും ഇല്ലാതെ മുരടിപ്പിൽ തുടരുകയാണ്. അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം പോലും, കുടിവെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അവിടെ യാതൊരു വികസനവും. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. മത്സ്യത്തൊഴിലാളികളും കർഷകരും അതോടൊപ്പം ഇവിടുത്തെ സാധാരണക്കാരും തൊഴിലാളികളൊക്കെ അങ്ങേയറ്റം വിഷമത്തിലാണുള്ളത്. ഇവരൊക്കെ പരിഹരിക്കാനാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇവിടെ നിലവിലുള്ള MLA അങ്ങേയറ്റം പരാജയമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ വടകര മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം. അത് മാറ്റേണ്ടതുണ്ട്. SDPIയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ നടത്തുകയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒട്ടനവധി സമരങ്ങൾ SDPI ഇവിടെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ്. പല മുഖ്യധാരാ പ്രസ്ഥാനങ്ങളും അതിനൊക്കെ മാറിയുന്നപ്പോൾ അതിനൊക്കെ ബദലായിക്കൊണ്ട് തന്നെ കൃത്യമായി SDPI ഇടപെടുകയും ജനപക്ഷത്ത് നിന്നുകൊണ്ട് സമര പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് റിസൾട്ടും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തീർച്ചയായും SDPIയുടെ സ്ഥാനാർത്ഥി ഞാൻ ഇവിടെ മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു നല്ലൊരു വികസനം കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രചരണം ഏകദേശം തുടങ്ങി. ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. അതിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ ചുരുങ്ങിയ ദിവസമാണുള്ളത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാ ആളുകളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണമെന്ന്